നമസ്കാരം. ഒരുപാട് ടിപ്സുകൾ രവിയേട്ട എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിള് വലിയ വയറും ചെറിയ ശരീരമായിട്ട് വരുന്നവരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ടിപ്സുകൾ. അതില് പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ആദ്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ച വയറും വണ്ണവും ഉം, കുറയാൻ ഉം, ഉം, ഉം. നമുക്ക് ആർക്കൊന്നും നെയ്യ് പരിപ്പും പറ്റില്ല. ഇന്ന് പറ്റില്ല. ഗ്യാസാണ്. അതെ. അപ്പൊ നെയ്യ് കൂട്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ഉം, 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചാലിച്ച് ഉം, ഉം. അത് കുടിച്ചാൽ മതി. അത് ഈ മിൽമേന്ന് പറ്റുന്ന നെയ്യ് പറ്റില്ല. നന്നായി. അത് വനസ്പതിയല്ലേ. അതെ, അതെ, അതെ. അതിന് നറുനെയ്യ് അറിയും. ഉം, പശുവിനെ കറന്നുണ്ടാക്കണ നെയ്യ്. വീടുകളിൽ നിന്ന് വാങ്ങാം. വീടുകളിൽ നിന്ന് ഉം, പാല് വാങ്ങിയിട്ട് നമുക്ക് പാല് കാച്ചുമല്ലോ ചായക്ക്. കടച്ചെടുക്കാം. അതിന്റെ പാട എന്താ തണുപ്പിച്ച് ഉം, ഉം, വെള്ളത്തിലിട്ട് ഉം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടായിക്കോളും. ഉം, അത് ഇങ്ങനെ കഴിച്ച ആൾക്കാരുടെ ശരീരത്തിൽ ഉം, പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഉം, ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കുറയും. അപ്പൊ വണ്ണും കുറയും. ഉം, ഉം. ഇതാണ് ഇതിന്റെ സയൻസ്. ഈ ബ്രഹ്മി കഴിക്കുക അതൊക്കെ പറയില്ല ആ കുട്ടികളുടെ ആ അത്തരത്തിലുള്ള ആ ബുദ്ധി കൂടാൻ. ബ്രഹ്മി ഒരു സിദ്ധ ഔഷധം. ഉം, ഉം, ബ്രഹ്മി പച്ചയ്ക്ക് നമുക്കും കഴിക്കാം ഉം, ഉം, നീരിട്ടിട്ട്. ഉം, പക്ഷെ വിധിയുണ്ട്. ഉം, ഉം, നമ്മൾ സസ്യാഹാരേ കഴിക്കാവൂ. ഉം. നോൺ വെജ് കഴിക്കരുത് അപ്പം. ഒരിക്കലും കഴിക്കരുത്. വിപരീതമാവും. ഉം, 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 ബ്രഹ്മി കഴിച്ചു. നിങ്ങൾ കോഴിമുട്ട ഒന്ന് നോക്കി. ഉം, നിങ്ങളൊരു മണ്ടനാവും. ഉം, 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 ഇറച്ചി നിന്ന് നോക്കി. ഉം, നിങ്ങളൊരു ക്രൂരനാവും. ഉം. മ- യോജിക്കില്ല. ആ മത്തി കഴിച്ച മത്സ്യം കഴിച്ചാലാ മണ്ടനാവുക. ഉം, മുട്ട കഴിച്ച കാമാന്തനാവും. ഉം, 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 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ബ്രഹ്മീകൃതം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഉം, 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 ഏഹ് ഇതിനൊക്കെ ഒരു ചെറിയൊരു മുഹൂർത്തം കൂടി നോക്കി ആരംഭിക്കണം. ഓരോരോ ഔഷധം കഴിക്കാനും ഉം, ഏതേത് നക്ഷത്രം നല്ലത്, ഉം, ഏതേത് ദ്വിതീയ വേണ്ടത്, ഉം, ഉം, ഇതൊക്കെ ഉണ്ട്. ഉം, അസ്ത്രാഭ്യാസം ചെയ്യാൻ ഉം, ഒന്ന്, ഉം, പന്ത് കളി പഠിക്കാൻ മറ്റൊരു നക്ഷത്രം. ഉം, 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 അത് ഏത് ദേശത്ത് പോയി ചെയ്യണം ജയിക്കണമെങ്കിൽ. ഉം, അതിനാണ് ഈ ചൊവ്വേനെ കൊണ്ട് ഉം, കളൻ പറയുന്നത്. ഉം, 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 രാജാക്കന്മാർ അതൊക്കെ നോക്കിയിട്ടാ മുമ്പ് ഉം, ചെയ്തിരുന്നത്. ഉം, ഉം, നമ്മളൊക്കെ ഒന്ന് രാജാക്കന്മാരാ. ഉം, സ്വന്തം മനസ്സിൽ മാത്രം. ഉം, ഉം. നാട്ടുകാരുടെ മുമ്പിൽ പിച്ചക്കാരൻ. ഗോപി. ഉം, 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 ഒന്നുമില്ലാത്തവനാ. ഉം, ഉം. ഉം. കാരണം ഓനാണ് രാജാവ്. അതെ. ഉം, നിങ്ങൾ ഇന്റെ മുമ്പിൽ ഉം, ഞാനാ രാജാവ്. ഉം, ഉം, ഇന്റെ മുമ്പിൽ നിങ്ങളാ ഉം, രാജാവ്. ഉം, പരസ്പരം ആ യുദ്ധം കുറയും. ഉം, 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 മനസ്സിലായില്ലേ? ഉം, ഉം. അപ്പൊ മനഃശാന്തി ഉണ്ടാവും. ഉം, ആർത്തി കൂട്ടിയിട്ട് കാര്യമില്ല. ഉം. ശരിയാണ്. ഇപ്പൊ ഈ നമ്പൂതിരിമാരെല്ലാം രോഗികളായിട്ട് ആളുകൾ കാണുന്നില്ലല്ലോ. അല്ലെ? അതിന്റെ കാരണം അവര് നെയ്യ് കൂട്ടാതെ ഉപസ്തരിക്കാന്ന് പറയുക. ഉം, ഉം, നെയ്യ് ഉപസ്തരിച്ചല്ലേ ഉം, ദേവന് കൊടുക്കുള്ളൂ. ഉം, ഉം, പക്ഷെ പ്രേതാന്നം ഉപസ്തരിക്കില്ല. ഉം, നമ്മൾ പഴയ കാലത്ത് സദ്യക്ക് നെയ്യും പരിപ്പും വാങ്ങും. ഉം, ഒരു പപ്പടവും പഴവും ഉണ്ടാവും. ഉം, ഈ നെയ്യും പരിപ്പും പപ്പടവും പഴവും കൂടി ആദ്യം കൂട്ടി കുഴച്ചിട്ട് കഴിക്കും. ഉം, 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 ഏഹ് അതാണ് വേണ്ടത്. പഴം അവിടെ വെക്കും. ഉം, പപ്പടം ചോദിച്ചാൽ പിന്നെയും കിട്ടും വിചാരിക്കുക. ഉം, ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഈ പായസത്തിലേക്ക് പഴം കൂട്ടിയിട്ടാണ് കൊടുക്കും. ഉം, ഉം, ഒരു രുചിയായി. ഉം, ഉം, അപ്പൊ അത് പാടില്ല. ആദ്യം ഉം, പഴം കഴിക്കണം. ഉം, സോഫ്റ്റ് ആയിട്ടുള്ള ഉം, ഫുഡ് കൊടുത്തിട്ട് പിന്നെ അതിൽ കുറെ കറികൾ വളമ്പും. ഉം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിച്ചാൽ മതി. ഉം, ഇതാണ് എനിക്ക് ഇഷ്ടം. മറ്റൊരു സ്പൂൺ കൊണ്ടാണ് ഉം, വളമ്പുക. ഉം, അതിൽ ഏറ്റവും രുചികരമായത് കുറച്ചും കൂടി വേട്ടെ എനിക്കത് മതി. ഉം, അതിനാണ് ഈ വളമ്പുന്നത്. ഉം, 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 മറ്റേത് വേസ്റ്റ് അല്ല. മറ്റേത് നമ്മൾ കഴിച്ചോളണം. ഉം, ഉം, പക്ഷെ നിങ്ങളുടെ രുചി നാവിന്റെ രുചി ഓരോരുത്തർക്കും ഓരോന്നാവും. ഉം. അപ്പൊ അതിനനുസരിച്ച് ആണ് ഈ സദ്യക്ക് ഇത്ര വളമ്പുക. ഓരോരുത്തർക്ക് ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചാലും ഗ്യാസ്, പരിപ്പ് ഗ്യാസ് കഴിച്ചാലും ഗ്യാസ്, അവർക്ക് ചക്ക പറഞ്ഞു കൊടുക്കാം. തിന്നാൽ ഗ്യാസ്. കപ്പ തിന്നാൽ ഗ്യാസ. ഉം, ഒന്നാമത് ഒരു ഭക്ഷണം കഴിച്ചാൽ കഴിക്കുന്ന ആൾക്കാർ ആരോഗ്യം അധ്വാനിക്കുന്നില്ല. ഉം, ഉം, ഗ്യാസ് ഫോം ചെയ്യും. ഉം, ഉം, പിന്നെ വല്ല അധ്വാനിക്കാൻ എല്ലാവർക്കും പോയിട്ട് ശാരീരികമായിട്ട് ഉം, അധ്വാനിക്കണവരാവില്ല. ഉം, അപ്പൊ നിങ്ങൾ ചക്കച്ചോള തിന്നു. ചക്ക തിന്നു വിടാൻ പറ്റുമോ? ഇപ്പോഴത്തെ ചക്ക അത്ര രുചിയല്ലേ. ഉം, ഉം, ആ ചക്ക തിന്ന് ഗ്യാസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ചക്കച്ചോള തിന്നാ മതി. ഉം. നിറയുമ്പോ ആ ഉം. ഗ്യാസ് പറയുമ്പോ ഒന്നുകൂടെ തിന്നാം, ചെറിയൊരു പീസ്. ആ അത് അടിയിൽ കൂടിയാണ് പോകും. അപ്പൊ കിഴങ്ങാണെങ്കിലും പരിപ്പാണെങ്കിലും കിഴങ്ങാണെങ്കിലും പരിപ്പ് കപ്പയാണെങ്കിലും എന്ത് കഴിച്ചിട്ടാണോ ഗ്യാസ് ഉണ്ടാവുന്നത്, ഉം. ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉം. അതന്നെ ഒരല്പം കഴിക്കാം. ഉം, 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 പരിപ്പ് അണിഞ്ഞാൽ ഒരു സ്പൂണിന്റെ വാലുകൊണ്ട് കഴിച്ചാൽ മതി. ഉം, 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 അത്രേ ഉള്ളൂ. ചക്കയാണെങ്കിൽ ഒരു ചൊള, ചക്കക്കുരു ആണെങ്കിൽ ഉപ്പേരിയൊക്കെ തിന്നാണ്ടാവുമല്ലോ. ഉം, ഉം, ആ ഉപ്പേരിന്റെ ഒരു സ്പൂൺ എടുത്ത് ഒരു സ്പൂണൊന്നും വേണ്ട. ഉം, ഉം, അത് ഉം, ഒന്നെങ്കിൽ അങ്ങനെ പോവും, ഉം. അല്ലെങ്കിൽ കീഴ്ശ്വാസായി. അപ്പൊ ഞാന് ഇവിടെ വന്നപ്പോ ഇന്ന് ചുമയും കഫക്കെട്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ രവിയേട്ടൻ വരുന്നുണ്ടായിരുന്നു ആ പറഞ്ഞു തന്നു. ആ ആ. അതൊന്ന് പറയാമോ? അത് വളരെ ലളിതം. അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഉം, ഉം, ഈ കഫം കെട്ടിയിട്ട് ഇപ്പൊ ഉം. നമ്മളൊക്കെ കഴിക്കണ്ട. ഉം, അപ്പൊ ഉം, ഉം, ഇപ്പൊ എത്ര ഉം, തവണ ഉം, കുറച്ച് ഉം, ഉം. ഹരിദ്രാഖണ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് 70 റുപ്യക്ക് വൈദ്യശാല വൈദ്യശാലിന് കിട്ടും. പൊടി. ആ ഉം, പൊടിയാണ്. അത് തേനും കൂട്ടിയിട്ട് ഉം, ചാലിക്കുക, ലേഹ്യപ്പരുവാക്കുക, ഉം, കുഴമ്പ് ഉം, ഉം, പരുവാകുക. ഉം, ഉം, അത് നമ്മളൊരു ചെറിയ സ്പൂൺ അലിയിച്ച് കഴിക്കുക. ഉം, ഉം, ഉം.
അപ്പൊ കഫം ഒരു കുപ്പിക്ക് വരും. ഉം, ഉം. പിന്നെ ഇടയ്ക്ക് സ്പൂണിന്റെ വാലുകൊണ്ട് ഇത്തിരി ആ നുണയ. നുണയ പോയിരിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ പോകും. ആ അതാണ് അതിന് ഏറ്റവും എളുപ്പമുള്ള മരുന്ന്. ഹരിദ്രാഖണ്ഡം. ഹരിദ്രാഖണ്ഡം. ഖ മുഖത്തിന്റെ മറ്റേ ഉണ്ട കാണ്ടാമൃഗത്തിന്റെ അതോ നാ പ്ലസ് ഡ കാണ്ഡ. കാണ്ഡഹാറിന്റെ ഉണ്ട. അതെ അതെ. ഹരിദ്രാഖണ്ഡം. നാ എഴുതിയിട്ട് ഒരു നായും നാ തിരിച്ചില്ല. ഇതിനെ ഖണ്ഡം എന്ന് പറയും. അത് ചായച്ചിട്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം. അതിന് പത്യൊന്നുമില്ല. അത് ഗ്യാസിനും നല്ലതാ. കഫം പോയാൽ തന്നെ കെട്ടിക്കിടക്കണം. കഫാണ് മനുഷ്യന്റെ ബലം. പക്ഷെ കഫം പോയാൽ തന്നെ രാത്രി എത്ര സുഖമായിട്ട് ഉറങ്ങാം. ഇവിടെ കുറച്ച് ശബ്ദം ഉണ്ടാവും. ശ്വാസം മുട്ടി ഉറങ്ങാൻ പറ്റില്ല. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിത്യം കഴിക്കാൻ പറ്റുന്നൊക്കെ ലളിതമാണ്. എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. കുരുമുളക് പൊടി തിളപ്പിച്ചിട്ട് വാങ്ങി വയ്ക്കുമ്പോൾ ഒരു സ്പൂണും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിച്ചാൽ നിത്യം കഴിക്കാം. നിത്യം കഴിക്കാവുന്നതാണ്. അവർക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കും. അത് ശരിക്കും കഴിക്കണത് എന്താ ഇപ്പോൾ വേറൊരു സൂക്കട്ടുണ്ടല്ലോ, HIV. അതുവരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അല്ല അതിപ്പോ അനൗൺസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഈ മഞ്ഞളിന്റെ ഗുണങ്ങൾ എന്താ? രാവിലെ മഞ്ഞള് മരുന്നുകളിൽ ഏറ്റവും നല്ല ഇതാണ്. എല്ലാ വിഷത്തിനെയും ഹനിക്കുന്നവനാ മഞ്ഞള്. മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടിയല്ല. മഞ്ഞപ്പൊടി കിട്ടുന്നുള്ളൂ. മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി കഴിക്കുന്ന ഒരാൾക്ക് രോഗം ഉണ്ടാവില്ല. വിഷാംശം മുഴുവൻ പോകും. ലിവർ ഫങ്ഷൻ ശരിയാക്കി തരും. വൃക്കയിലെ യൂറിൻ അവിടെയൊക്കെയാണ് ഇത് വിഷം അടിഞ്ഞു പോകുന്നത്. അപ്പൊ മൂത്രത്തിൽ കൂടിയാണ് പോകും. ഈ പറയുന്ന ലേശം കുരുമുളക് കൂടിയും കൂടി ഉണ്ടായാൽ ദിവസം ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് കുടിച്ചു പോകും. അത് വെറുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വെറുമായിട്ട് കഴിക്കുന്നത് നല്ലത്. പിന്നെ ഈ ഇതാക്കണ്ടല്ലോ വരട്ട് ചൊറി, അതിനുണ്ട്. സ്കിൻ ഡിസീസ്, എക്സിമ, അതിനൊക്കെ ഇത് പറ്റും. അത് ഉണ്ടാവില്ല. അത് അല്ല വന്നോനും മരുന്നുണ്ട്. നിലപ്പാലാർച്ച ഒരു ചെടിയുണ്ട്. അതും ഈ മഞ്ഞളും കൂട്ടിയിട്ട് നെയ്യ് വാരി അരയ്ക്കുക. എന്നിട്ട് ആ അരവിനനുസരിച്ച് വെളിച്ചെണ്ണയിൽ കൽക്കം കാച്ച. അത് തേച്ച് വിളിച്ചു നോക്കിയേ മാറിയിരിക്കും. ഒരു വരട്ടച്ചെറി ഉണ്ടാവില്ല. അല്ല ഇത് കഴിക്കണോന്നും ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ സൊറിയാസിസ് വരെ മാറും. പക്ഷെ കുറച്ച് നീറ്റലും ചൊറിച്ചിലും ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ള ദുഷിപ്പിനൊക്കെ വലിച്ചെടുത്ത് കളയാ. നിലപ്പാല, നിലപ്പനിയല്ല, പാല. ആകെ എത്ര പോകുന്നൊക്കെ പറയണ പോലെ വെള്ളപ്പൂവ് ഉള്ളതുകൊണ്ട് നീലപ്പൂവ്, മഞ്ഞപ്പൂവുള്ളതുകൊണ്ട് വെള്ളപ്പൂവുള്ളത് വേണം. അത് കൂട്ടിയരച്ച് കൽക്കം കാച്ചി തേച്ചാൽ ഈ സൂക്കട് മാറും. മൂലക്കുരുവിന് സൂക്കട് മാറും കേട്ടോ. ഇതല്ല മൂലക്കുരു കഷ്ണം, ഒരു താറാമുട്ട, 2 കരിവേപ്പിന്റെ ഇല, 2 തണ്ടോട് കൂടി, ഒരു 5-6 ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നല്ലോണം അരയ്ക്കുക. കോഴിമുട്ട അരയ്ക്കാനല്ലോ പറഞ്ഞത്. ഇത് താറാമുട്ടയിൽ ചാലിച്ച് എണ്ണ ദോശച്ചട്ടിയിൽ ഒന്നിങ്ങനെ പൂശാനേ പാടുള്ളൂ. ഉപ്പിടരുത്, വേറെ ഒന്നും ചേർക്കരുത്. ഇവ രണ്ടടിക്കുക. ഒരു 10 ദിവസം കഴിച്ചു നോക്കി ഓരോന്ന് ഇങ്ങനെ മാണിക്കകല്ല് പോണ വഴി കാണില്ല. അത്ര അത് ഇതിനാണ് ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന ആളുകൾ പോയിട്ട് ഇത് കാട്ടി കൊടുക്കാൻ വയ്യാത്തവനും ഉണ്ടെന്ന് പറഞ്ഞാൽ നാണക്കടായത് കൊണ്ട് ആരും ഉണ്ടില്ല. അത് ഉള്ളവര് ചെയ്തോട്ടെ. ഇത്ര സിമ്പിൾ ഉള്ളു. വീട്ടിൽ കിട്ടുന്ന സാധനം. ഈ രോഗമൊക്കെ നമ്മളെ ജീവിത ശൈലി കൊണ്ട് വരുത്തി വെക്കുന്നു. ഞാൻ പറയുന്ന ചായൊന്നും പറയുന്നില്ല. നേരം വെളിച്ചാകുമ്പോ തന്നെ കട്ടൻ ചായ കുടിക്കണമെങ്കിൽ കോഴിന്റെ ഒരു പീസ് ടച്ചസ് വേണം. അതാണ് ഇപ്പോഴത്തെ ശീലം. പിന്നെ അത് ഫ്രിഡ്ജിൽ കൊടുക്കും. ഫ്രിഡ്ജിൽ പല രാസമാറ്റങ്ങളും ഉണ്ടാവും ഈ ഭക്ഷണത്തില്. അപ്പൊ അത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ ഭയങ്കര ഊർജാണ് ഈ വെള്ളച്ചോറ്. കുറച്ച് തൈരും, ഒരു ചെറിയ ഉള്ളി, ഒരു എന്തെങ്കിലും ഒരു മുളക്, പച്ചമുളകാണെങ്കിൽ നന്നായി, ഒരു പിടി മതി. ഇതേ കഴിച്ചു നോക്കി ഭയങ്കര എനർജി ആവും. പിന്നെ അന്ന് ഭക്ഷണം ഇല്ലെങ്കിലും ശരി സെയിം ഡേ എനർജി ബാലൻസ് ചെയ്യും. രാത്രി വെള്ളം പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യണം? മൺപാത്രത്തിൽ വേണമെന്നാ പറയാ. ബാക്കി വരുന്ന ചോറ് വെറും വെള്ളം പറഞ്ഞിടാം, പച്ചവെള്ളം. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇതിനായിട്ട് ചോറുണ്ടാക്കി അധികം ചൂടാറുമ്പോ
ഇത് മൺപാത്രത്തിന് പകരം ഉം. കഴുകൊന്നുമില്ല, ഉം, ഇത് അടച്ചിരിക്കും. ഉം, 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 രാവിലത്തെ വെള്ളം ഊറ്റൊന്നുമില്ല, ഉം, കൈകൊണ്ട് ഉം, പകരം ഉം, ആ വെള്ളം അടക്കം കുടിച്ചാൽ വളരെ നല്ലത്. ഉം, പാകത്തിനുള്ള വെള്ളം പറഞ്ഞാൽ ഉം, മതി. ഉം, ഉം, അതിലെന്തൊക്കെയോ ഈ ബാക്ടീരിയകൾ ഫോം ചെയ്യും. ഉം, 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 കുറച്ച് തൈരുണ്ടായാൽ ഉം, 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 വിശേഷം വീട്ടില്ല. ഉം. എനിക്ക് വേറൊന്നും വേണ്ട. എന്റെ ഉം. അച്ഛന് എല്ലാ ദിവസവും കഴിക്കും. ഉം, 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 88 വയസ്സ് വരെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ഉം, ജീവിച്ചതാണ്. ഉം. പിന്നെ ഭഗവാൻ വിളിക്കുമ്പോ പോണ്ടേ. ഉം, ഉം, ഉം. ഇപ്പൊ ഈ വായയിൽ ഇപ്പൊ നമ്മള് രാവിലെ എണീറ്റ ഉടനെ ഉം. വായ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ ശുദ്ധവെള്ളം കുടിച്ചു കഴിഞ്ഞാല് ആ ഒരു മോഷന് നല്ല എഫക്റ്റീവ് ആന്ന് പറയാം. ശരിയാണത്? അങ്ങനെ വിശ്വസിക്കുന്ന സയൻസുകാരുണ്ട് കേട്ടോ. ഉം, 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 ഇതിൽ നാവുമ്പിലെ മലകമലം, അല്ല മല ജിഹ്വാകമലം, ഉം, ഉം, അത് അതായത് തീട്ടൻ ഉം. എന്നാണ് അതിന്റെ അർത്ഥം. ഉം, ഉം, അത് ഉം, ഉള്ളിലേക്ക് വിട്ടാൽ ഉം, ഉം, ഉം. നേരത്തെ പറഞ്ഞ മാതിരി രാസമാറ്റം നടക്കും. ഉം. ഉടനെ പോണ്ടി വരും. അസിഡിറ്റി. ആ, അപ്പൊ ഉടനെ പോകും. പക്ഷെ അങ്ങനെ കഴിയുന്നത് ബുദ്ധിയല്ല, സരസ്വതി ഇരിക്കില്ല. സരസ്വതിയും കൂടി വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പാർവതീനെ ശരീരം നമ്മള് ബോഡി ബിൽഡേഴ്സ് അല്ലല്ലോ. അപ്പൊ പല്ല് തേക്കുക, നാവ് പഠിക്കുക, ഒരു ഗ്ലാസ് നേരത്തെ പുറത്ത് കുരുമുളകോ എന്തെങ്കിലും വെള്ളം കുടിക്കുക, സുഖമായി പോകും. വൈകുന്നേരം ഒരു കിഴങ്ങോ പഴമോ ചക്കര കിഴങ്ങോ എന്തെങ്കിലും ഒരു കഴിക്കുക. മൈസൂർ പഴം കഴിക്കരുത് കേട്ടോ. ഈ പഴം കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ മൈസൂർ പഴം ശരീരത്തിന് ചൂടാ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരിക്കലും മൈസൂർ പഴം പാടില്ല. ഏത് പഴ ഉചിതം? ഉചിതം സാധാരണ ഏത്തപ്പഴമാണ്. അല്ലെങ്കിൽ കദളിയൊന്നും കിട്ടില്ല. ഭഗവാൻ കിട്ടിയാൽ നമ്മള് ഭഗവാനാ കൊടുക്കുക, നമ്മള് കഴിക്കാൻ പാടില്ല. പിന്നെ പൂവൻ, ഏതെങ്കിലും നല്ലത്. ഇപ്പൊ റോബസ്റ്റ് ഒക്കെ ഉണ്ട്. മൈസൂർ ഒഴികെ കിട്ടുന്നതൊക്കെ. മൈസൂരിന് വേറെ എന്തൊരു പാളങ്കോടനോ അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അത് എന്തുകൊണ്ടാണ് കഴിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജലാംശം വലിച്ചിടും, ചൂടായതുകൊണ്ട്. അതാണ് അതിൻ്റെ അതിന്റെ പ്രത്യേകത. അതേമാതിരി അവിലും വെള്ളം കുടിക്കാം. പക്ഷെ വെള്ളം ശർക്കരയും ചെറിയ ഉള്ളി മുറിച്ചിട്ടതും അടച്ചു വെച്ചിട്ട് രാവിലെ അത് കുടിക്കാം. അവിലും വെള്ളം എന്നാ പറഞ്ഞു. ഇങ്ങനെ തയ്യാറാക്കിയതിലെ വെള്ളം അത് വിത്തൗട്ട് അവില് തയ്യാറാക്കി. അത് ഭയങ്കര ശരീരശക്തി ഉണ്ടാക്കുന്ന സാധനം. വേനൽക്കാലത്തൊക്കെ നമ്മൾ അവിലും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നിറച്ച് അവിലൊക്കെ ഇട്ടിട്ട് കുറച്ച് പാലൊക്കെ പറഞ്ഞു അവിലും വെള്ളമല്ല, പിന്നെ കുടിച്ചുകൊണ്ടേയിരിക്കും. ദാഹം ശരീരത്തിൽ കടന്നുമ്പോ വീർക്കാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതിന്റെ ലിക്വിഡ് മാത്രം കുടിക്കാം. അത് ഫിൽറ്റർ ചെയ്ത് തരാൻ പറയാ. ഇവിടെ ഇവിടുന്ന് എല്ലാവരും കടയിൽ നിന്ന് കിട്ടണ മറ്റേ ഉരുണ്ട പൊള്ളച്ച് വരുന്ന സാധനമാണ്. കാഴ്ചയില് കണ്ണിന് കുളിർമ. ഇപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള അവല് പാക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മള് നാടനാവല് വരുന്നുണ്ട്. നാടനാവലല്ല, കമ്പനി അവല്. അതൊക്കെ എന്തൊക്കെ കെമിക്കൽ ചേർത്താ വരുന്നത് ദൈവത്തിനെ അറിയുള്ളൂ. അന്ന് കുട്ടിയെ കൊടുത്ത് പരീക്ഷിക്കരുതേ. ഞാൻ പറയുന്ന കേട്ടിട്ട് എന്റെ കുട്ടി നല്ല ശക്തിയിലിരിക്കട്ടെ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ അവലുണ്ടാക്കുമായിരുന്നല്ലോ. അവലും ചക്കരയും തേങ്ങ ചിരകിട്ടിട്ടില്ലേ. അതൊക്കെ ഒരു അന്നത്തെ കാലഘട്ടം ഒന്നും അല്ല. നെല്ല് കുത്തി അവലുണ്ടാക്കാം. ഇന്നോടനെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പൂള കണ്ടിട്ടേ നോക്കാൻ വന്നതിലൊരു ചക്കര കപ്പ. ഇതെന്ത് വരാൻ കപ്പ കണ്ടിട്ടില്ല, തിന്നിട്ടുണ്ട്. കുറച്ച് വലിയ വണ്ണത്തിലും ഉയരത്തിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആകെ ബേജാറായി. അങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് മേപ്പെട്ടു കായ. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയെ ഇവനും കൊണ്ടുപോയി ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ അരിമരം ചോദിച്ചാൽ എന്താ ചെയ്യാ, പെട്ടുപോയി. അല്ല, ഇതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. നമ്മള് നാട്ടിൻപുറത്തൊക്കെ പോയിട്ട് ഇതാ ഇങ്ങനെയാണ് നെല്ല്, ഇതാണ് ഇതിന്നാണ് അരി ഉണ്ടാക്കുക, ഇതാണ് കപ്പ, ഇങ്ങനെയാണ് തക്കാളി പച്ചമുളക് ഗ്രോ ചട്ടിയിൽ വെക്കാലോ എന്തെങ്കിലും ഒക്കെ. പിന്നെ കുട്ടികളെ ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തുണ്ടാവുമല്ലോ, അതൊക്കെ പഠിപ്പിക്കണം. അപ്പോഴേ അവര് നല്ല ഭക്ഷണം പിടിച്ച് ശീലാവുള്ളൂ. നാരായണ നാരായണ. നമസ്കാരം. വളരെ സന്തോഷം.